ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു വെജ് കറിയാണ്. പക്ഷേ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആവശ്യമുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വഴന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ടാണ്. സവാള നല്ലപോലെ വഴന്ന് വരുമ്പോൾ അതിലോട്ട് തക്കാളി കട്ട് ചെയ്ത് കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടിട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ഏതാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. പൊടികളുടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ. ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുത്ത് 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ സവാള വാട്ടുമ്പോൾ ഉപ്പിട്ടായിരുന്നു, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഉപ്പിടാനായിട്ട്. അതുപോലെ കറി എത്ര കൺസിസ്റ്റൻസി ഉണ്ടാവണം അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. കുറച്ചും കൂടെ ലൂസായ കൺസിസ്റ്റൻസി വേണമെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യാം. വല്ലാണ്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ച് ചെയ്യരുത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.